കമോൺ ഗയ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗിവ് അവേ പറ്റി അതേപോലെ മീഷോ ഹോളുമാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവയുടെ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എൻ്റെ ഈ സ്വന്തം ചാനലായിട്ടുള്ള ട്വിലേറ്റേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ഗിവ് അവേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്താലോ? അതെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ബുക്കാണ്. ഈ ബുക്ക് നല്ല അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ലോക്ക് ആണെങ്കിലും സൈഡ് തയ്യലാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇത് ഏകദേശം അറൗണ്ട് 100 റുപ്പീസിന് ഞാൻ വാങ്ങിച്ചതാണ്. ദീപാവലി ഓഫർ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഇതുണ്ട്. പക്ഷേ അതിൻ്റെ പേപ്പറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പം നമ്മുടെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള ടുലേ സ്പേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്തായാലും ഞാൻ ഇവിടെ കൊളാബ് ചെയ്തേക്കാം, അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് എന്താ നോക്കിയാലോ? അത് നമ്മുടെ വാഷി ടേപ്പ്. അതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ വാഷി ടേപ്പ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് 10 എണ്ണമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. ഇത് ഏകദേശം അറൗണ്ട് 90 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറിൻ്റെ തീമിലാണ് വരുന്നത്. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ കൊള്ളാമോ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ട്വിലേറ്റേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ബയോയിൽ നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒന്നും അല്ലടാ, നമ്മുടെ വോൾ പോസ്റ്റർ. ഈ വോൾ പോസ്റ്റർ എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നതുമാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചയായിട്ടുള്ള വോൾ പോസ്റ്ററാണ്. ഇത് ഏകദേശം ഞാൻ അറൗണ്ട് 90 റുപ്പീസിനൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മിക്കവാറും റിട്ടേൺ അടിക്കേണ്ടി വരുമായിരിക്കും. കാരണം ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൽ കൂടുതൽ റേറ്റിനായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ദീപാവലി ഓഫർ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഇത് കുറവ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. എനിക്ക് കിട്ടിയതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു പേപ്പറാണ് അതെന്ന് പറയുന്നത്. നല്ല കട്ടിയുണ്ട്, പെട്ടെന്നൊന്നും പോകത്തില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അല്ലാതെ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഇനി ലിങ്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോഡ് കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ഐറ്റം അല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പേപ്പർ ടേപ്പും വരുന്നുണ്ട് ഒട്ടിക്കാൻ. അപ്പോൾ നമ്മുടെ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങളുടെ 2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെന്നേ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല എസ്തെറ്റിക് ഇൻട്രസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റർ പെന്നാണ്. അത് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡിലുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഷെയ്ഡുള്ളത് ഇത് കിട്ടുമായിരുന്നു. എന്നാലും സാരമില്ല, പോട്ടെ, ഇപ്പോൾ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 6 ഷെയ്ഡുള്ള പേസ്റ്റൽ പെന്നാണ്. ഇത് ഏകദേശം അറൗണ്ട് 80 റുപ്പീസിനാണ് വാങ്ങിച്ചത്. അത് കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വരുമ്പോൾ സാധനം തെളിയുമോ എന്ന്. മറ്റേ സാധനം പോലെ അല്ലല്ലോ, തെളിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലേ, നമ്മൾ ഗിവേക്ക് കൊടുക്കുന്നതല്ലേ. പക്ഷെ പറയുമല്ലടാ, ഈ സാധനം വന്ന് ഞാൻ തെളിയിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട്, അത് നല്ല കളേഴ്സും. പേസ്റ്റൽ കളറാകുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ നാലാമത്തെ ഐറ്റം പൊളിയല്ലേ. അപ്പം നമ്മുടെ അവസാനത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ ഇടുക. നമ്മൾ കമൻറ്റ് വഴിയായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടാലോ? അവസാനത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ട്രെൻഡിലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള നമ്മളെല്ലാവരും കൊതിക്കുന്ന നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ സാധനം തന്നെ നോക്കിക്കുക, എന്നാ തിളക്കവാ. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമല്ലേ. ഞാൻ ഇത്ര സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം വരെ നമുക്ക് 14 ഷീറ്റാണ് വരുന്നത്. ഇത് ഏകദേശം വരാൻ 100 റുപ്പീസിന് താഴെയാണ്. അതെനിക്ക് തോന്നുന്നു ദീപാവലി ഓഫർ വന്നുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇപ്പോൾ എനിക്ക് കറൻറ്റ്ലി എത്രയാണ് രൂപയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ സ്റ്റിക്കർ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ കാണുന്നേ, നല്ല അടിപൊളിയായിട്ടുള്ളതല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള. ഏകദേശം എല്ലാ കളർ ഷെയ്ഡ്സിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവർ ആണെങ്കിൽ ഇതേപോലെ ഒരു അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബുക്കുണ്ട്, വാഷി ടേപ്പ് ഉണ്ട്, നമ്മുടെ ഹൈലൈറ്റർ പെന്നുണ്ട്, പിന്നെ നമ്മുടെ വോൾ പോസ്റ്റർ ഉണ്ട്, അതേപോലെ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റിക്കറുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, റൂൾസ് എല്ലാം ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.